ഈ വീഡിയോ GST ഇൻപുട്ടിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരു ഗ്രോസറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു മാർജിൻ ഫ്രീ നടത്തുന്ന വ്യക്തിയാണെന്ന് കരുതുക. ഇങ്ങനെ മാർജിൻ ഫ്രീ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ GST പ്രോഡക്റ്റും നോൺ GST പ്രോഡക്റ്റും സെല്ല് ചെയ്യുന്നുണ്ടാകും. അതായത് നിങ്ങൾ അവിടെ മാർജിൻ ഫ്രീയിൽ തന്നെ ഇപ്പോൾ ഫിഷും അതേപോലെ മീറ്റ്, വെജിറ്റബിൾസ് എല്ലാം പാക്ക്ഡ് അല്ലാതെ സെല്ല് ചെയ്യുന്നു എന്ന് കരുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫിഷും മീറ്റും അതുപോലെ വെജിറ്റബിൾസും പാക്ക്ഡ് അല്ലാതെ സെല്ല് ചെയ്യുമ്പോൾ GST വരുന്നില്ല. അതേസമയം മറ്റു പ്രോഡക്റ്റുകൾ, ഗ്രോസറി പ്രോഡക്റ്റുകൾക്കെല്ലാം ഇപ്പോൾ കോസ്മെറ്റിക്സ് ഐറ്റംസ്, ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ്, പേസ്റ്റ്, അതുപോലുള്ള ക്ലീനിങ് മെറ്റീരിയൽസ്, ഇതുപോലുള്ള വസ്തുക്കൾക്കൊക്കെ GST ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ GST ഉള്ള വസ്തുക്കളും ഇല്ലാത്ത വസ്തുക്കളും മിക്സഡായി കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ റേഷ്യോ കണക്കാക്കി, അതായത് എത്ര ശതമാനം GST ഉള്ള വസ്തുക്കളുണ്ടെന്നും എത്ര ശതമാനം GST ഇല്ലാത്ത വസ്തുക്കൾ നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നും റേഷ്യോ മനസ്സിലാക്കി പൊതുവായി വരുന്ന ചിലവുകൾക്കുള്ള ഇൻപുട്ട്, അതായത് ഇപ്പോൾ നിങ്ങളുടെ മാർജിൻ ഫ്രീയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത് GST പ്രോഡക്റ്റും നോൺ GST പ്രോഡക്റ്റും വർക്ക് സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എടുക്കാൻ സാധിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ശതമാനം GST പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടോ അത്ര ശതമാനം പൊതുവായി വരുന്ന ചിലവുകൾക്കുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഇൻറ്റീരിയർ വർക്ക് തന്നെ വേണമെന്നില്ല. നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിയെന്ന് കരുതുക. ആ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടും നിങ്ങൾക്ക് പൂർണ്ണമായി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ആ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഇപ്പോൾ 100 രൂപയാണ് എന്ന് കരുതുക. ആ 100 രൂപയിൽ നിങ്ങൾ 40% നോൺ GST പ്രോഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ 100 രൂപ ഇൻപുട്ടിൽ 60 രൂപ മാത്രമേ ഇൻപുട്ട് എടുക്കാൻ പാടുള്ളൂ. ബാക്കി 40 രൂപ റിവേഴ്സ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അതിൽ 40% നോൺ GST പ്രോഡക്റ്റാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ വിൽക്കുന്നത്. അപ്പോൾ പൊതുവായി വരുന്ന ചിലവുകൾക്കുള്ള ഇൻപുട്ടും റേഷ്യോ നോക്കി വേണം എടുക്കാൻ. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.